പോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. കാളികാവ് അടയ്ക്കാക്കുണ്ടിലെ വാഫി കോളേജിൽ 15ഓളം കുട്ടികൾക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചു. കോളേജ് താൽക്കാലികമായി അടച്ചു. മഞ്ഞപ്പിത്തം പടരുന്നത് തടയാൻ നാട്ടുകാർ സഹകരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കാളികാവ് ചോക്കാട് മേഖലകളിലായി ഏതാനും പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് വാഫി ക്യാമ്പസിൽ 15 വിദ്യാർത്ഥികൾക്ക് കൂട്ടത്തോടെ മഞ്ഞപ്പിത്ത ബാധ സ്ഥിരീകരിച്ചത്. ആരോഗ്യവകുപ്പ് അധികൃതർ കോളേജ് ക്യാമ്പസിൽ പരിശോധന നടത്തി. കിണറിലെ വെള്ളം പരിശോധിക്കാനയച്ചതിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും കണ്ടെത്താനായിട്ടില്ല. പുറത്തുനിന്ന് പിടിച്ചതാകാമെന്നാണ് നിഗമനം. മഞ്ഞപ്പിത്ത ബാധയുടെ ലക്ഷണം കണ്ടയുടനെ കോളേജ് അധികൃതർ സ്വമേധയാ അടിയന്തര നടപടി സ്വീകരിച്ചിരുന്നു. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ കോളേജിൽ നിന്ന് വിദ്യാർത്ഥികളെ എല്ലാവരെയും വീട്ടിലേക്ക് അയച്ചിരുന്നു. ക്യാമ്പസ് പൂർണ്ണമായി ശുചീകരിക്കുകയും കിണറും മറ്റ് ജലസംഭരണിയും ക്ലോറിനേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ജീവനക്കാർക്ക് ആർക്കും രോഗബാധയില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഹോസ്റ്റൽ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡും ലഭിച്ചിട്ടുണ്ട്. മഞ്ഞപ്പിത്തം പടരുന്നത് തടയുന്നതിനായി കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. 2 ആഴ്ച കോളേജ് അടച്ചിടാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. സമീപത്തെ അടയ്ക്കാക്കുണ്ട് ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വാഫി ക്യാമ്പസിൽ പ്രവേശിക്കുന്നത് സ്കൂൾ അധികൃതരും വിലക്കിയിട്ടുണ്ട്. കാളികാവ് ഗ്രാമപഞ്ചായത്തിൽ പതിവ് പോലെ ഒരൽപ്പം മഞ്ഞപ്പിത്ത കേസുകൾ നിലവിലുണ്ട്. മുൻ മാസങ്ങളിലെല്ലാം സ്കാറ്റേർഡ് ആയിട്ടാണെങ്കിലും പഞ്ചായത്തിൻ്റെ അംഗീകായി 4-5 കേസുകൾ മഞ്ഞപ്പിത്ത കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ളതാണ്. നിലവിൽ പതിവ് പോലെ കേസുകളുണ്ട്. അതിന് പുറമെ ഒരു സവിശേഷ സാഹചര്യം നിലവിൽ കാളികാവിലുള്ളത്, കാളികാവ് പഞ്ചായത്തിൽ അടയ്ക്കാക്കുണ്ട് മേഖലയിലെ വാഫി ക്യാമ്പസിൽ അവിടെ താമസിച്ച് അധ്യയനം നടത്തിവരുന്ന ഒരു 15ഓളം കുട്ടികൾക്ക് മഞ്ഞപ്പിത്ത ബാധ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവിടെ ആരോഗ്യ പ്രവർത്തകർ സന്ദർശിക്കുകയും അത്യാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നവരെല്ലാം കുറച്ചധികം ദൂരെ നിന്നുള്ള സ്ഥലങ്ങളിൽ വന്ന കുട്ടികളാണ്. അവരൊരു പരീക്ഷയ്ക്ക് ശേഷം അവരുടെ നാടുകളിൽ പോവുകയും തിരിച്ചു വന്ന സമയത്ത് ചിലരിലൊക്കെ പനിയും അനുബന്ധ ലക്ഷണങ്ങളും കാണപ്പെടുകയും പരിശോധനയിൽ മഞ്ഞപ്പിത്തം സംശയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സ്ഥാപനം ആരോഗ്യ പ്രവർത്തകർ സന്ദർശിച്ച് കുടിവെള്ള പരിശോധന നടത്തിയിട്ടുണ്ട്. കുടിവെള്ളത്തിൽ യാതൊരുവിധ മാലിന്യ സമ്പർക്കവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതൊരു ജലജന്യ ഭക്ഷണജന്യ രോഗമായതുകൊണ്ട് തന്നെ ആവശ്യമായ നിർദ്ദേശങ്ങൾ സ്ഥാപനത്തിൽ നൽകിയിട്ടുണ്ട്. രോഗഭീഷണി മാറുന്ന ഘട്ടം വരെ സ്ഥാപനം ഒരു 2 ആഴ്ചത്തേക്ക് അടച്ചിടുവാൻ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നിർദ്ദേശം ലഭിച്ചപ്പോൾ തന്നെ സ്ഥാപന അധികൃതർ അതിന് തയ്യാറായിട്ടുണ്ട്. സ്ഥാപനം അടച്ചിട്ടുണ്ട് താൽക്കാലികമായി. ഇതിനു പുറമെ കാളികാവിൽ 4-5 കേസുകൾ സ്കാറ്റേർഡ് കേസുകൾ മഞ്ഞപ്പിത്തമുണ്ട്. ഇതൊരു ഗുരുതരാവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഇതൊരു ജലജന്യ രോഗമാണ്. കുടിവെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും രോഗാണു മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച് കരളിൽ രോഗാണുബാധ ഉണ്ടാക്കുന്ന ഒരു രോഗമാണിത്. ഒരൽപ്പം ശ്രദ്ധ പുലർത്തുകയാണെങ്കിൽ നമുക്ക് ഈ അസുഖത്തിൽ നിന്നും മാറി നടക്കാൻ വേണ്ടി കഴിയും. ഭക്ഷണ ശുചിത്വം, കുടിവെള്ള ശുചിത്വം, ഒപ്പം വ്യക്തി ശുചിത്വവും, ഇത്തരം ശുചിത്വ ശീലങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്ക് മഞ്ഞപ്പിത്തത്തെ പടിക്ക് പുറത്തു നിൽക്കാൻ വേണ്ടി പറ്റും. മുഴുവൻ ആളുകളോടും അഭ്യർത്ഥിക്കുവാനുള്ളത്, മഞ്ഞപ്പിത്തത്തിന്റെ എന്തെങ്കിലും ഒരു സൂചന ലഭ്യമാകുന്ന ആദ്യ സാഹചര്യത്തിൽ തന്നെ ആരോഗ്യ പ്രവർത്തകരെയോ തൊട്ടടുത്തുള്ള ആശാപ്രവർത്തകരെയോ വിവരമറിയിക്കണം. ഇതൊരു ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പടർന്നു പന്തലിക്കുന്ന അവസ്ഥയിലേക്ക് പോകാതെ നമുക്ക് നോക്കേണ്ടതുണ്ട്. മുഴുവൻ ആളുകളുടെയും സജീവമായ ഇടപെടലും. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.